സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് ഏവർക്കും ആർദ്രമായ സ്വാഗതം. മഹാനായ വ്യക്തി, നമ്മുടെ എല്ലാവരുടെയും പ്രിയ താരം സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് സന്തോഷ് ചേട്ടനോട് ചോദിക്കാം. സന്തോഷേട്ടാ, പറയൂ, എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന മഹാനായ ഒരു ബാറ്റ്സ്മാനെ നമുക്ക് ഒരു വർഷമായി അദ്ദേഹം റിട്ടയർ ആയതിനാൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ലോകം മുഴുവനുള്ള ക്രിക്കറ്റ് ആരാധകർ അവർ ക്രിക്കറ്റിനെ ഒരു മതമായി കണക്കാക്കുന്നുവെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറെ ഒരു ദൈവമായി കണക്കാക്കുന്നു. സച്ചിൻ്റെ റിട്ടയർമെൻറ്റ് അവരിലെല്ലാം വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അറ്റാക്ക് ചെയ്യേണ്ട പന്തുകളെ അറ്റാക്ക് ചെയ്തും ഡിഫൻസ് ചെയ്യേണ്ട പന്തുകളെ ഭംഗിയായി ഡിഫൻസ് ചെയ്തും അപാരമായ ടെക്നിക്കൽ പെർഫെക്ഷനോടെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്തിരുന്നത്. ഏകദിനത്തിലെ ആദ്യത്തെ ഡബിൾ സെഞ്ചുറിയും അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അദ്ദേഹം റിട്ടയർ ആകുമ്പോൾ ഇന്ത്യൻ ടീമിന് വരുന്ന നഷ്ടം വളരെ വലുതാണ്. രണ്ടോ മൂന്നോ വർഷം കൂടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് തുടരാവുന്നതേ ഉള്ളൂ. മികച്ച ഫോമിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ ഏറ്റവും വലിയ നഷ്ടം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതിനുശേഷമുള്ള ഇന്ത്യൻ ടീമിൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് നമ്മൾ വളരെ ഒരു പുറകിലാണ് നമ്മുടെ പെർഫോമൻസ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നടന്ന അവസാനത്തെ വൺ ഡേ സീരീസിൽ ഇന്ത്യ 3-1 ജയിച്ചു എന്നുള്ളത് മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ പുറകോട്ട് തന്നെയാണ് പോകുന്നത്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇന്ത്യയുടെ ഒരു 3 ഫോം ക്രിക്കറ്റിൻ്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലാണ് കൂടുതൽ ഇതിൻ്റെ ഒരു നഷ്ടം വരുന്നത്. കാരണം നമുക്കറിയാൻ പറ്റും, സച്ചിനെ പോലെയും അതേപോലെ ദ്രാവിഡ്, അതേപോലെ തന്നെ ലക്ഷ്മണനെ പോലുള്ള ആളുകൾ അവർക്കൊരു ടെസ്റ്റ് ക്രിക്കറ്റിനെ എങ്ങനെ സമീപിക്കണം എന്നറിയാം. അതേസമയം നമ്മളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള പല താരങ്ങളും ഒരു 2020 ഒരു ഹാങ് ഓവർ അവർക്ക് വിടുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ആ ഒരു ഹാങ് ഓവറിൽ തന്നെ അവർ ചെയ്യുമ്പോൾ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിന് വേണ്ടത് കൂടുതൽ അപ്ലിക്കേഷനാണ് ആവശ്യം. തീർച്ചയായിട്ടും പല ഇംഗ്ലണ്ടിലെ ടെസ്റ്റ് സീരീസിൽ നമ്മൾ 3-1 പരാജയപ്പെടുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് നോക്കിയറിയാൻ പറ്റും നമ്മുടെ പല ബാറ്റ്സ്മാൻമാരുടെയും ഫുട് വർക്കിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ 2020 ഉള്ള പോലുള്ള കുഞ്ഞ് സ്റ്റേഡിയവും അതിനനുസരിച്ചിട്ടുള്ള പിച്ചും അങ്ങനെയൊന്നും അല്ലല്ലോ അവർ. നമുക്ക് കൂടുതൽ അതിൻ്റെ ഫീൽഡിങ് രീതികൾ വ്യത്യാസമുണ്ട്. മാത്രമല്ല 5 ദിവസത്തെ പരിപാടിയാണ്. 20 ഓവർ കൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് ബാറ്റ് ചെയ്യുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ബഹുദൂരം പിന്നിലാണെന്ന് പറയേണ്ടി വരും. നമ്മൾ ഇപ്പോൾ ധോണിയെ സംബന്ധിച്ചിടത്തോളം, മഹേന്ദ്ര സിംഗ് ധോണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മികച്ച ക്യാപ്റ്റനാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് രണ്ടഭിപ്രായമില്ല. അതേസമയം ഒരു ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹം തീരെ എഫക്റ്റീവാണെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്സ് നോക്കിയാലേ നമുക്കറിയാൻ പറ്റും. അദ്ദേഹം 2 തരം റെക്കോർഡുമായിട്ടാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. ഒന്ന്, ഏറ്റവും കൂടുതൽ വിദേശങ്ങളിൽ ടെസ്റ്റ് തോറ്റ ക്യാപ്റ്റൻ എന്ന ലോക റെക്കോർഡ്, അതേപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വൺ ഡേ ജയിച്ച ക്യാപ്റ്റൻ എന്ന രീതിയിൽ 2 റെക്കോർഡുകൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ടെസ്റ്റിൽ അദ്ദേഹത്തെ പോലത്തെ ഒരു ബാറ്റ്സ്മാൻ എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളത് നമ്മൾ റീത്തിങ്ക് ചെയ്യേണ്ടതാണ്. ഇംഗ്ലണ്ടിൽ തുടർച്ചയായ 3 കളികളിൽ ജയിച്ച് ഏകദിന പരമ്പര നേടിയതിന് ശേഷവും ധോണി പുതുതായി വന്ന ബാറ്റ്സ്മാൻമാർക്കോ ബൗളർമാർക്കോ അവസരം കൊടുത്തില്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്നൊരു കാര്യമായി. മലയാളിയായ ബാറ്റ്സ്മാന് തൻ്റെ അരങ്ങേറ്റം കുറിക്കാൻ സാധിച്ചില്ല എന്നുള്ളതും സത്യമാണ്. ധോണിയെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക ബാറ്റ്സ്മാൻമാരിലും ബൗളർമാരിലും വളരെ പ്രതീക്ഷയാണ് അദ്ദേഹത്തിന്. ഇപ്പോൾ രവീന്ദ്ര ജഡേജയുടെ കാര്യമെടുത്താൽ അദ്ദേഹം ഒരു ജെന്യുവൻ ഓൾറൗണ്ടറായി പലപ്പോഴും മാറുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇംഗ്ലണ്ടിലെ ഫാസ്റ്റ് പിച്ചുകളിലൊന്നും രവീന്ദ്ര ജഡേജ തീരെ എഫക്റ്റീവായില്ല. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് തുടർച്ചയായിട്ടുള്ള അവസരം അദ്ദേഹം നൽകുകയാണ് ചെയ്തത്. ഇന്ത്യൻ ടീമിലെ ചില അംഗങ്ങളെ കുറിച്ച് ആകെ നമുക്ക് വളരെ പ്രസൻറ്റ് ക്രിക്കറ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒരു ബാറ്റ്സ്മാൻ തീർത്തും നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇംഗ്ലണ്ട് പര്യടനത്തിലുണ്ടായത്. എങ്കിലും ക്ലാസ് എപ്പോഴും നിലനിൽക്കുന്ന ഫോം എപ്പോഴും വ്യത്യസ്തമായി പോകുന്നു എന്നുള്ള രീതി പ്രകാരം അദ്ദേഹത്തിൻ്റെ ഫോം അദ്ദേഹത്തിന് വീണ്ടെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കും. എന്തായാലും ഒരു ടെസ്റ്റ് ടീം എന്ന രീതിയിൽ ഇന്ത്യക്ക് കുറേ കൂടെ ബെറ്റർ ബാറ്റ്സ്മാൻ ആവശ്യമുണ്ട്. ക്രിക്കറ്റിലെ 3 ഫോമിലും വ്യത്യസ്തമായ ക്യാപ്റ്റന്മാർ വേണമെന്നാണോ സന്തോഷ് ചേട്ടൻ്റെ അഭിപ്രായം? ഭാവിയിലെ ഇന്ത്യൻ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ഫോമിലും ഓരോ തരത്തിലുള്ള ക്യാപ്റ്റന്മാർ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ധോണിയെ അദ്ദേഹം ഭംഗിയായിട്ട് തന്നെയാണ് ക്യാപ്റ്റൻസി ചെയ്യുന്നത്. അതേസമയം
2020 വൺഡേയിലുള്ള അദ്ദേഹത്തിന് മികവ് ഒരിക്കലും ടെസ്റ്റിൽ ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും 2020 ഒരു അന്താരാഷ്ട്ര 50 പോലും അദ്ദേഹം ഇതുവരെ അടിച്ചിട്ടില്ല. പക്ഷേ അത് അദ്ദേഹത്തിന് മികവിനെ ചെറുതായി കാണേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം നല്ലൊരു ഫിനിഷറാണെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ തന്നെ നടന്ന ഏക 2020 മത്സരത്തിൽ ഇന്ത്യ ഒരു 3 റണ്ണിനെ തോൽക്കുന്ന പോലും അദ്ദേഹം തന്നെ ഫിനിഷ് ചെയ്യണം, അവസാനത്തെ ഓവറിലെ ഫിനിഷ് ചെയ്യുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാശിയൊക്കെ വലിയൊരു പ്രശ്നമാണ്. മുമ്പ് സേവാഗും ഗംഭീർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടാണ് അദ്ദേഹമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പോലും ഈ ഒരു വിഷയത്തിൽ. എന്തായാലും ഇന്ത്യ ഒരു കളിയിൽ തോറ്റു എന്നുള്ളതാണ് സത്യം. 1-2 മികച്ച ഇന്നിങ്സുകളുടെ പേരിലാണ് ശേഖർ ധവാൻ എന്ന വ്യക്തിയെ ഇപ്പോഴും ഇന്ത്യൻ ടീമിൽ വെച്ചിരിക്കുന്നത്. അദ്ദേഹം നല്ല പ്രതിഭയുള്ള വ്യക്തിയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. എന്നാൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് നമുക്ക് കാണാനില്ല. വളരെ കൺസിസ്റ്റൻ്റായി ബാറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു ആൾക്ക് അവസരം നൽകേണ്ടതാണ്. വീരേന്ദ്ര സെവാഗിനും ഗംഭീറിനുമെല്ലാം അവരുടെ ചില ഇന്നിങ്സുകളുടെ പേരിൽ അവരെ ടീമിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇപ്പോൾ ഗംഭീറിനെ തിരിച്ചു വിളിച്ചെങ്കിൽ അദ്ദേഹത്തിന് ആ അവസരം ഭംഗി ഉപയോഗിക്കാൻ സാധിച്ചില്ല. എന്നാൽ വീണ്ടും വീരേന്ദ്ര സെവാഗിന് വീണ്ടും ഒരു അവസരം കൂടെ നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ടീമിന് ഒരു വിദേശ കോച്ചിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഒരു ഇന്ത്യൻ കോച്ചാണ് എന്തുകൊണ്ടും നല്ലത്. ഇപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, ഫ്ലെച്ചറെ ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ പവർ കുറച്ചുകൊണ്ട് രവിശാസ്ത്രി സാറിന് വന്നപ്പോൾ അദ്ദേഹം ടീമിനെ കുറേ കൂടെ ഭംഗിയായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുകയും അവരിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്തു. ഈ വിഷയം ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വലിയ ഇന്നിങ്സുകൾ കെട്ടിപ്പടുക്കുക എന്നുള്ള അവസ്ഥയാണ് നമ്മുടെ ബാറ്റ്സ്മാൻമാർ നിലനിർത്തേണ്ടത്. അതിന് അവരെ പര്യാപ്തമാക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. ഒരു ടെസ്റ്റ് ടീം എങ്ങനെ വേണമെന്നാണ് സന്തോഷ് സാർ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ടെസ്റ്റിന് വേറെ തന്നെ ഒരു ക്യാപ്റ്റൻ ആവാം. കോഹ്ലി വിഷയത്തിൽ കറക്റ്റാണ്. കോഹ്ലി എല്ലാം വേണമെന്നൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ബൗളർ ആയാലും മതി. എപ്പോഴും ഒരു ബാറ്റ്സ്മാൻ തന്നെ ക്യാപ്റ്റൻ ആണെന്ന് എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. അതേസമയം ഇന്ത്യൻ്റെ ബൗളിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ ഓക്കെയാണ് കുറച്ചും കൂടെ. അതേസമയം ഓജ എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹത്തിനൊക്കെ കൂടുതൽ 1-2 പുതുതായിട്ട് വരുന്ന ബൗളർമാർക്കും കൂടുതൽ അവസരങ്ങൾ കൊടുക്കാവുന്നതാണ്. എന്നാലും ടെസ്റ്റിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നല്ലൊരു ടീം വേണം. എന്നാലേ ഇന്ത്യക്ക് കുറച്ചുകൂടി മികവ് പ്രകടിപ്പിക്കാൻ പറ്റൂ എന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ പൂജാര എന്ന് പറഞ്ഞ ബാറ്റ്സ്മാന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം. അദ്ദേഹം മികവ് പുലർത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അവസാനിച്ച ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിൽ ഇന്ത്യ കഷ്ടിച്ച് 2-1 ജയിച്ചു എന്ന് സത്യമാണെങ്കിലും വളരെ ഒരു കൺവിൻസിങ് വിന്നിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. ഈ പരമ്പരയിൽ നിന്ന് വെസ്റ്റ് ഇൻഡീസ് ഏകപക്ഷീയമായി പ്രതിഫല പ്രശ്നത്തിൽ ഒഴിഞ്ഞുപോയതും തീരെ ശരിയായില്ല. ഈ പരമ്പര കൊണ്ട് കിട്ടിയ ഏക ഗുണം എന്ന് പറയുന്നത് വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ വീണ്ടും ഫോമിലേക്ക് എത്തി എന്നുള്ളതാണ്. നമുക്കറിയാൻ പറ്റും, കഴിഞ്ഞ 8 മാസത്തോളം അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അതേസമയം വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിൽ അദ്ദേഹം സ്ട്രോങ് ആയി തിരിച്ചു വന്നു. നമ്മളുടെ ബൗളർമാരുടെ സ്ഥിതി നോക്കുകയാണെങ്കിൽ 10 ഓവർ എന്ന് പറയപ്പെടുന്ന അവസാനത്തെ 10 ഓവറിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതേസമയം വെസ്റ്റ് ഇൻഡീസിൻ്റെ സാമുവൽസ് വളരെ ഭംഗിയായി ബാറ്റ് ചെയ്യുന്നുള്ളൂ കൂടി നമുക്ക് കാണാൻ പറ്റും. ഏഷ്യാഡിൽ ഒരവസരം കിട്ടിയിട്ടും നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അതിൽ പങ്കെടുക്കാതിരുന്നത് വളരെ വലിയ തെറ്റായിപ്പോയി. കാരണം തീർച്ചയായിട്ടും ഇന്ത്യക്ക് കിട്ടേണ്ടിരുന്ന ഒരു സ്വർണ്ണ മെഡലാണ് അവർ നഷ്ടപ്പെടുത്തിയത്. ഒരു സ്വർണ്ണം കൂടി ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യ മെഡൽ പട്ടികയിൽ വളരെ മികച്ച സ്ഥാനത്തേക്ക് വരുമായിരുന്നു. വെറും പണത്തിന് വേണ്ടി മാത്രം ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്ത്യൻ ടീമിൻ്റെ ഇപ്പോഴത്തെ ശൈലി എന്ന് തോന്നുന്നു. ഇനി വരാനിരിക്കുന്നത് ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരമാണ്. അതേസമയം ഇന്ത്യൻ പിച്ചുകളിൽ ഇന്ത്യ എന്തെങ്കിലുമൊക്കെ വിജയങ്ങൾ നേടുമായിരിക്കും. അതേസമയം അതിനുശേഷം ഇന്ത്യ പര്യടനം നടത്തുന്നത് ആസ്ട്രേലിയയിലാണ്. ആസ്ട്രേലിയയിലെ ഫാസ്റ്റ് പിച്ചുകളിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ എന്ത് പ്രകടനമായിരിക്കും കാഴ്ചവെക്കാൻ നമ്മൾ കണ്ടറിയേണ്ടി വരും. അടുത്ത ആഴ്ച ഒരു പുതിയ വിഷയവുമായിട്ട് സന്തോഷ് പണ്ഡിറ്റ് ഷോ ആരും കാണാൻ മറക്കരുത്. നന്ദി.